ഉരുളക്കിഴങ്ങ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളിയായിട്ടുള്ള ചായപലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നല്ലപോലെ പുഴുങ്ങിയിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ളതെല്ലാം എടുത്താൽ മതിയാവും. ഇത് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 പീസ് ബ്രെഡ് എടുത്ത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടി ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് മസാലയും എല്ലാം നന്നായിട്ട് കുഴഞ്ഞു വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് കുറച്ച് മാവ് ഇതുപോലെ കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിലും കൂടി ഇത് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കണേ. നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടീന്റെ റെസിപ്പി കൂടിയാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.